കൊച്ചിയുടെ നഗരഹൃദയത്തിൽ വീണ്ടും താമര വിരിയിക്കാനൊരുങ്ങി BJP. 4ാം തവണയും അംഗത്തിനിറങ്ങുന്ന സുധാ ദിലീപ് കുമാറിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ശക്തി ഡിവിഷനിലെ വോട്ടർമാരാണ്. കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇടത് വലത് മുന്നണികൾ മാറി മാറി കൈപ്പിടിയാക്കിയപ്പോഴും താമരക്കുമ്പിളിൽ തന്നെയായിരുന്നു സെൻട്രൽ ഡിവിഷൻ. കൊച്ചി കോർപ്പറേഷൻ സെൻട്രൽ ഡിവിഷനിൽ നിന്ന് 2010 ആദ്യമായി കൗൺസിലറായ സുധാ ദിലീപ് കുമാർ ജനഹൃദയങ്ങൾ കീഴടക്കി വിജയയാത്ര തുടരുകയായിരുന്നു. വികസനം മുൻനിർത്തി പ്രവർത്തിച്ചാൽ ജനം ഒപ്പം നിൽക്കുമെന്ന് രാജ്യത്താകെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച BJP വികസന വഴിയിൽ തന്നെയാണ് സെൻട്രൽ ഡിവിഷനിലും തുടർച്ചയായ വിജയങ്ങൾ ആവർത്തിക്കുന്നത്. ജനകീയ പിന്തുണയിൽ 4ാം തവണയും വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സുധാ ദിലീപ് കുമാർ. വളരെയധികം സന്തോഷമുണ്ട്. 4ാമത്തെ തവണയും ജനവിധി തേടാൻ സാധിച്ചില്ല. അതിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പാർട്ടിയോടാണ് നന്ദി പറയുന്നത്. പിന്നെ എൻ്റെ ഡിവിഷനിലെ ജനങ്ങളോടൊത്ത് പ്രവർത്തിച്ച ഒരു കൗൺസിലറാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും 4ാം തവണയും എന്നെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ ജനങ്ങളെയും നേരിടാൻ പോകുന്നത്. 2005 ഭർത്താവ് 2ാം സ്ഥാനത്തെത്തിയ ഡിവിഷൻ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുധാ ദിലീപ് കുമാർ പിടിച്ചെടുക്കുകയായിരുന്നു. വീട്ടമ്മയിൽ നിന്ന് മാതൃകാ ജനപ്രതിനിധിയിലേക്ക് അതിവേഗം മാറിയ സുധാ ദിലീപ് കുമാർ വാർഡ് പുനർവിഭജനങ്ങളിലെ രാഷ്ട്രീയ കളികളെയും അതിജീവിക്കുകയായിരുന്നു. 2010-ലെയും 2015, 2020-ലെയും വിജയം 2025-ലും ആവർത്തിച്ചാൽ അതൊരു ചരിത്ര വിജയം കൂടിയാകും. ജനം, കൊച്ചി.